നമസ്കാരം. ഹൊറർ മൂവീസ് ടു വാച്ച്. മലയാളത്തിലെ ആദ്യത്തെ ഹൊറർ മൂവിയാണ് ഭാർഗവീ നിലയം. വെള്ള സാരിയുടുത്ത് പാട്ടും പാടി രാത്രിയിൽ ഏകാന്തയായി നടക്കുന്ന യക്ഷിസങ്കല്പത്തെ മലയാളത്തിന് സമ്മാനിച്ച സിനിമ. ഇന്നും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നൊരു വീട് കണ്ടാൽ നമ്മൾ പറയുന്നത് ഭാർഗവീ നിലയം പോലെ ഉണ്ടെന്നാണ്. അത്രമേൽ നമ്മുടെ പോപ്പ് കൾച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഭാർഗവീ നിലയം. അടുത്ത സിനിമ സിക്സ് സെൻസ്. സർപ്രൈസുകളുടെ രാജകുമാരനായിട്ടുള്ള എം നൈറ്റ് ഷ്യാമലിൻ്റെ കരിയർ എസ്റ്റാബ്ലിഷ് ചെയ്ത സിനിമ. ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ട് ഈ സിനിമയിൽ, അതുകൊണ്ട് വേറെ എവിടെയും സെർച്ച് ചെയ്യാതെ കാണാൻ നോക്കുക. ട്വിസ്റ്റ് പൊളിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം എക്സ്പീരിയൻസ് അത് സ്പോയിൽ ചെയ്യും. ശരിക്കും സെക്കൻഡ് വാച്ചിലാണ് ഈ സിനിമ എത്രത്തോളം പെർഫെക്റ്റ് ആണ് എന്ന് മനസ്സിലാവുന്നത്. അത് പറയുന്ന സിനിമയാണ് ഗെറ്റ് ഔട്ട്. കൊമേഡിയൻ ജോർദാൻ പീൽ കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ്. സിനിമയ്ക്ക് കോമഡിയുമായി ബന്ധമൊന്നുമില്ല. ഒരു കറുത്ത വംശജനായ യുവാവ് തൻ്റെ കാമുകിയുടെ നാട്ടിലേക്ക് വെക്കേഷന് പോകുന്നതാണ് സിനിമയുടെ പ്രമിസ്. വളരെ ഡിസ്റ്റർബിങ് ആയിട്ടുള്ള അൺസെറ്റിലിംഗ് ആയിട്ടുള്ള സിനിമയാണ്. സ്ഥിരം റേസിസം സാധനങ്ങളൊന്നും അല്ല, പക്ഷെ പാസീവായിട്ടുള്ള റേസിസം ഉണ്ട്. അടുത്ത സിനിമ ദ എക്സോസിസ്റ്റ്. കുറച്ച് സ്ലോ പേസിലാണ് ഇതിലെ കഥ പോകുന്നത്. ഒരുപാട് കോൺട്രാസ്റ്റുകളൊക്കെ വരുന്ന സിനിമയാണ്. അതായത് വിശ്വാസം, നിരീശ്വരവാദം, നന്മ, തിന്മ, അതുപോലെ തന്നെ ഒരുപാട് സിംബോളിസം വരുന്നുണ്ട്. ജമ്പ് സ്കെയറുകളും സൗണ്ട് എഫക്റ്റുകളും കൊണ്ടൊക്കെ പെട്ടെന്ന് പേടിപ്പിക്കാൻ നോക്കുന്നൊരു സിനിമയല്ല, മറിച്ച് പേടി എന്ന വികാരത്തെ പതിയെ പതിയെ ഇൻജെക്റ്റ് ചെയ്യുന്നൊരു സ്ലോ ബർണറാണ് ദ എക്സോസിസ്റ്റ്. അടുത്ത സിനിമ ട്രെയിൻ ടു ബുസാൻ. ഒരു ട്രെയിൻ യാത്രയ്ക്കിടെ ഒരു സോംബി അപ്പോക്കലിപ്സിനെ ഒരു കൂട്ടം ആളുകൾ നേരിടുന്നതാണ് കഥയുടെ പ്രമിസ് എന്ന് പറയുന്നത്. ഒരു പ്രതിസന്ധിയെ ഒരു കൂട്ടം മനുഷ്യർ എങ്ങനെ നേരിടുന്നു എന്നത് വ്യത്യസ്ത പെർസ്പെക്റ്റീവുകളിലൂടെ കാണിച്ചു തരുന്ന ഒരു സിനിമയാണ്. കൃത്യമായ ക്യാരക്ടർ ഡെവലപ്മെൻറ്റുകളും ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. അവസാനത്തെ സിനിമ മിഡ്സോമർ. ഫാൻറ്റസിയുടെ എലമെൻറ്റുകളൊക്കെ വരുന്നൊരു ഹൊറർ മൂവിയാണ്. സാധാരണ ഒരു ഹൊറർ മൂവിയുടെ വിഷ്വൽസ് എന്ന് പറയുമ്പോൾ വളരെ ഡാർക്കായിട്ടുള്ള ഗ്രിറ്റി ആയിട്ടുള്ള വിഷ്വൽസ് ആയിരിക്കും. പക്ഷേ ഈ മിഡ്സോമർ ഇതിന് നേരെ തിരിച്ചുള്ളൊരു അപ്രോച്ചാണ് എടുത്തിരിക്കുന്നത്. വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഭംഗിയുള്ള വിഷ്വൽസാണ് ഈ സിനിമയുള്ളത്. പക്ഷെ വളരെ ക്രീപ്പി ആയിട്ടുള്ളൊരു തീം ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലല്ല, ഫോർഗ്രൗണ്ടിൽ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഹൊറർ മൂവീസ് പരിചയപ്പെടുത്താനുള്ളത്. നിങ്ങൾ ഈ സിനിമകളിൽ ഏതെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമകളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ തന്നെ ഈ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഏതെങ്കിലും സിനിമകൾ നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും പറയുക. ഓക്കെ, ബൈ.